ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. LGS LDC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പുത്തൻ പുതിയ കുട്ടികളാണെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും നമുക്ക് തെറ്റിക്കാറുള്ളതും കൺഫ്യൂസ്ഡ് ആവാറുള്ളതും നമ്മൾ മാർക്ക് നഷ്ടപ്പെടുത്താറുള്ളതും. അപ്പോൾ അങ്ങനെയുള്ള കേരളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങളിത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് അറിയിക്കുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇതിന്റെ PDF നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി തീർച്ചയായിട്ടും ഇതിന്റെ PDF നോട്ട് നൽകുന്നതായിരിക്കും. ക്ലാസ്സിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ കേരളം പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതാണ് ആ കാര്യം? അതായത് നമ്മുടെ കേരളത്തിന്റെ വടക്ക്, തെക്ക് ഒക്കെ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഭാഗമാണ് തെക്ക് ഭാഗം. അപ്പൊ തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഇതാ ഈ ഭാഗമാണ്. അടുത്തത് തെക്കിന്റെ ഓപ്പോസിറ്റ് അല്ലേ വടക്ക്. അപ്പൊ വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഇതാ ഈ ഭാഗമാണ്. അപ്പൊ മറക്കരുത്, വടക്ക് ഭാഗം ഈ ഭാഗം, അതായത് ഈ ഭാഗമാണ് വടക്ക് ഭാഗം. മറക്കരുത്. തെക്കേത് വടക്കേതെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കറക്റ്റ് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? അപ്പൊ നമുക്കറിയാം ഇതാണ് കേരളത്തിന്റെ വടക്ക്. അപ്പൊ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? അത് കാസർഗോഡ് ജില്ലയാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? അത് കാസർഗോഡ് ജില്ലയാണ്. ഇനി ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം, അതും വടക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. ഇനി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം ഏതാണ്? ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ മഞ്ചേശ്വരം, തിരിഞ്ഞു പോകരുത്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമമാണ് ചോദിക്കുന്നതെങ്കിൽ അത് തലപ്പാടിയാണ്. ഏതാണ്? തലപ്പാടിയാണ് ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം. ഇനി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും വടക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം ഏതാണ്? ഏറ്റവും വടക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരമാണ്. അപ്പൊ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്തും മഞ്ചേശ്വരമാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം ചോദിച്ചാലും അത് മഞ്ചേശ്വരമാണ്. ഇനി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? അപ്പൊ ചിന്തിക്കുക, കാസർഗോഡ് ജില്ലയിൽ വന്യജീവി സങ്കേതമൊന്നും ഇല്ല. അപ്പൊ പിന്നെ വടക്ക് നോക്കുവാണെങ്കിൽ കാസർഗോഡിന്റെ അടുത്ത് കിടക്കുന്ന ജില്ല ഏതാണ്? അത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ കണ്ണൂർ ജില്ലയിൽ ഒരു വന്യജീവി സങ്കേതമുണ്ട്, അതാണ് ആറളം വന്യജീവി സങ്കേതം. അപ്പൊ ആറളം വന്യജീവി സങ്കേതമാണ് ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം. സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അടുത്തത്, ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. അപ്പൊ ഒരു പുഴയുണ്ട്, മഞ്ചേശ്വരം പുഴയാണ്. അത് ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരും, ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? അതേതാണ്? ഉപ്പളക്കായലാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? ഉപ്പളക്കായലാണ്. ഇനി ഏറ്റവും വടക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചോദിക്കുവാണെങ്കിൽ അത് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ ആണ്. മഞ്ചേശ്വരം അത്രയ്ക്ക് ഫേമസ് ആണ്. അപ്പൊ അവിടെ എന്തുണ്ട്? അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അപ്പൊ ഏറ്റവും വടക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചോദിക്കുവാണെങ്കിൽ അത് മഞ്ചേശ്വരമാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നഗരസഭ ഏതാണ്? നമുക്കറിയാം ഏറ്റവും വടക്കേ അറ്റത്തുള്ള
പഞ്ചായത്ത് എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. അപ്പോൾ നഗരസഭ ഏതാണ്? അത് കാസർഗോഡാണ്. അതുപോലെ തന്നെ ഏറ്റവും വടക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം ചോദിച്ചാൽ അത് കാസർഗോഡാണ്. പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ. മനസ്സിലാക്കുക, കാസർഗോഡ് കോർപ്പറേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? അത് കണ്ണൂരാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് അടിച്ച് പഠിക്കാനുള്ള സാധനമാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. ഏറ്റവും വടക്കേറ്റത്തുള്ള കായൽ ഉപ്പള കായലാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരമാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള നഗരസഭ കാസർഗോഡാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ്? അത് കാസർഗോഡാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ചോദിച്ചാൽ അത് കണ്ണൂരാണ്. ഇനി ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരമാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണ്? മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വടക്ക് ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ അത് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഒന്നും കൂടി പറയാം. അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ തെക്കേ അറ്റത്തെ കേസ് പറയുന്നത്. അപ്പൊ ഇന്ന് വടക്കേ അറ്റത്ത് പഠിക്കുമ്പോൾ അധികം കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? നിങ്ങൾ കൂടെ പറഞ്ഞോ. കാസർഗോഡാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. ഏറ്റവും വടക്കേറ്റത്തുള്ള ഗ്രാമം ഏതാണ്? അത് തലപ്പാടിയാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം. എന്നാൽ ലോക്സഭാ മണ്ഡലം ഏതാണ്? അത് കാസർഗോഡാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? അത് ആറളമാണ്. അത് കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വടക്കേറ്റത്തുള്ള നദി ഏതാണ്? അത് മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള കായൽ ഉപ്പള കായലാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് മഞ്ചേശ്വരമാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള നഗരസഭ കാസർഗോഡാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം ചോദിച്ചാലും അതും കാസർഗോഡാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? അത് കണ്ണൂരാണ്. ഏറ്റവും വടക്കേറ്റത്തുള്ള താലൂക്കാണ് മഞ്ചേശ്വരം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചില കാര്യങ്ങളിൽ സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറമാണ് ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏത്? മലപ്പുറം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞത് എവിടെയാണ്? അത് വയനാട് ജില്ലയിലാണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞത്. എന്നാൽ ഏറ്റവും ജനസാന്ദ്രത ഡെൻസിറ്റി കൂടിയത് എവിടെയാണ്? ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് പ്ലേസ് എടുക്കുകയാണെങ്കിൽ ആ പ്ലേസിലെ ജനസംഖ്യയുടെ എണ്ണം എത്രത്തോളം ഉണ്ടോ അതിനെയാണ് നമ്മൾ ജനസാന്ദ്രത എന്ന് പറയുന്നത്. ഇങ്ങനെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ അത്രയ്ക്ക് ജനങ്ങളാണ് അടുത്തടുത്തായിട്ട് താമസിക്കുന്നത്. അപ്പൊ ഏറ്റവും ജനസാന്ദ്രത കൂടിയത് എവിടെയാണ്? തിരുവനന്തപുരം. എന്നാൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞത് ഇടുക്കിയിലാണ്. ഇടുക്കി പ്രദേശം നമുക്കറിയാം കൃഷിയിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളിൽ ഒരു കൃഷിഭൂമിയിൽ ചിലപ്പോൾ അത് നോക്കുന്ന ആള് മാത്രമേ കാണുള്ളൂ. പിന്നെ ഏക്കർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ആളുള്ളത്. അപ്പൊ എന്താണ്? ജനസാന്ദ്രത അവിടെ കുറവാണ്. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞത് എവിടെയാണ്? ഇടുക്കിയിലാണ്. സാക്ഷരത കൂടിയ ജില്ല ഏത്? കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയാണ് സാക്ഷരത കൂടിയ ജില്ല. സാക്ഷരത കുറഞ്ഞത് ഏതാണ്? വയനാടാണ്. നിങ്ങൾക്കറിയാം എന്താണ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനൊക്കെ കറക്റ്റ് വിദ്യാഭ്യാസമൊക്കെ എത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സാക്ഷരത അവിടെ കുറവാണ്. അപ്പൊ സാക്ഷരത കുറഞ്ഞത് വയനാട് ജില്ലയിലാണ്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല ഏത്? അത് കണ്ണൂരാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അനുപാതം എടുക്കുകയാണെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല ഏതാണ്? കണ്ണൂരാണ്. എന്നാൽ സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല നോക്കുവാണെങ്കിൽ അത് ഇടുക്കിയാണ്. എവിടെയാണ്? പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. പട്ടികജാതിക്കാര് കൂടുതലുള്ള ജില്ല എവിടെയാണ്? പാലക്കാടാണ്. എന്നാൽ പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല എവിടെയാണ്? വയനാടാണ്. പക്ഷേ പട്ടികവർഗക്കാരുണ്ടല്ലോ, പട്ടികവർഗക്കാർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് കൂടുതലുള്ളത് വയനാടാണ്. പക്ഷെ ഇവിടെ പട്ടികജാതിക്കാരെന്താണ്? കുറവാണ്. എവിടെ? വയനാട്ടില്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ്. എന്ത്? പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട്, പട്ടികജാതിക്കാർ കുറവുള്ളത് വയനാടാണ്.
എന്നാൽ പട്ടിക വർഗക്കാർ കൂടുതലുള്ളത് വയനാട്ടിലാണ്. ഇനി പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് പട്ടികവർഗക്കാർ കുറവ്. കാരണം എന്താണ്? ഈ പട്ടികവർഗക്കാർ പൊതുവെ കാടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കാട് വളരെ കുറവാണ്. അപ്പൊ പട്ടികവർഗക്കാർ കുറവുള്ള ജില്ലയാണ് ഏത്? ആലപ്പുഴ ജില്ല. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. ജനസംഖ്യ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ എണ്ണവും എവിടെ കൂടുതലാണ്? മലപ്പുറത്ത് കൂടുതലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയാണ് ഏത്? മലപ്പുറം ജില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളത്താണ്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ളത്. ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികൾ ഉള്ളത് എവിടെയാണ്? മലയോര പ്രദേശങ്ങളായ ഇടുക്കിയും വയനാട്ടിലുമാണ്. ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഇടുക്കിയും വയനാടുമാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? മലപ്പുറത്താണ്. മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? എറണാകുളത്താണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് തൃശ്ശൂരാണ്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? അത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വലിയ താലൂക്ക്. അതിന്റെ പേര് തന്നെ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എന്താണ്? ഏറനാട് എന്നാണ്. അപ്പൊ ഏറ്റവും വലിയ താലൂക്കിന്റെ പേര് ഏറനാട് എന്നാണ്. ഏറ്റവും ചെറിയ താലൂക്കാണെങ്കിൽ ഒരു കുന്നിന്റെ അത്രേ ഉള്ളൂ. അപ്പൊ അത് കുന്നത്തൂരാണ്. അത് കൊല്ലത്താണ്. ഏറ്റവും വലിയ താലൂക്ക് മലപ്പുറം ജില്ലയിലെ ഏറനാടാണ്. ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്? കുന്നത്തൂരാണ്. അത് കൊല്ലം ജില്ലയിലാണ്. അടുത്തത് പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല ഏതാണ്? അതായത് ഒരാളുടെ വരുമാനം നോക്കിയിട്ട് അയാൾക്ക് എത്രത്തോളം വരുമാനം ഉണ്ട്, അത് പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല എറണാകുളത്തും, എന്നാൽ പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ജില്ല എവിടെയാണ്? മലപ്പുറം ജില്ലയിലുമാണ്. കാരണം എന്താണ്? അവിടെ ജനസംഖ്യാനുപാതം വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. അപ്പൊ ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തരുന്നതാണ്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. പിന്നെ SCRT ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യണം. മാത്സ് SCRT ബേസ് ചെയ്തിട്ട് പഠിക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പിൽ ഒരു LGS ഓറിയന്റഡ് ആയിട്ടുള്ള SCRT ക്ലാസ്സുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള കോഴ്സ് ചെയ്യുന്നുണ്ട്. മൊത്തം 400 രൂപയാണ് ഫീസ് 6 മാസത്തേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ കംപ്ലീറ്റ് SCRT പാഠപുസ്തകങ്ങളും സിലബസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയുള്ള കോഴ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതിയാകും.